മുങ്ങിയിടവൻ, കൊല്ലവനെ. ശരിക്കും നോക്കൂ, മുങ്ങിയില്ല, അത് മതി. നമസ്കാരം, എല്ലാ മച്ചന്മാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അൺബോക്സ് ചെയ്യാനും റിവ്യൂ ചെയ്യാനും പോകുന്നത് ഒരു ബ്ലൂടൂത്ത് സ്പീക്കറാണ്. നമ്മൾ ഒരുപാട് ബ്ലൂടൂത്ത് സ്പീക്കർ നമ്മുടെ ചാനലിലൂടെ അൺബോക്സ് ചെയ്ത് നിങ്ങളുടെ മുന്നിൽ എത്തിച്ചിട്ടുണ്ട്. ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് സാപ്പ് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ ഒരു ഇടിവെട്ട് ബ്ലൂടൂത്ത് സ്പീക്കറാണ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് വെള്ളത്തിലൊന്നും ഇട്ടാലും കുഴപ്പമില്ല, അതായത് വാട്ടർ പ്രൂഫാണ്. അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ പ്രത്യേകതയും അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു സൗണ്ട് ടെസ്റ്റിങ്ങും അതുപോലെ തന്നെ വെള്ളത്തിലുള്ള ടെസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ വീഡിയോ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഓൺ ചെയ്ത് വെക്കുകയാണെങ്കിൽ ദിവസവും ഈ ഒരു ചാനലിൽ നിന്ന് നിങ്ങൾക്ക് മുടങ്ങാതെ വീഡിയോസ് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ഗിവ് അവേയിൽ പങ്കെടുക്കാത്ത കൂട്ടുകാരെല്ലാം തീർച്ചയായിട്ടും ഗിവ് അവേയിലൂടെ പങ്കെടുക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമുക്ക് സമയം കളയേണ്ട, നമുക്ക് ഈ ഒരു ബോക്സ് ഒന്ന് പൊട്ടിച്ച് നോക്കാം. അതിനുശേഷം എന്തൊക്കെയാണ് ഈ ഒരു ബോക്സിനുള്ളിലുള്ളതെന്ന് നോക്കാം. അതിന് മുമ്പായിട്ട് ജസ്റ്റ് ബോക്സിൻ്റെ പുറകിൽ ഇവർ കൊടുത്തിരിക്കുന്ന സ്പെസിഫിക്കേഷൻ കാര്യങ്ങളെല്ലാം ഒന്ന് പറയാം. അതായത് ഇതിൻ്റെ വില കൊടുത്തിരിക്കുന്നത് 3000 രൂപയാണ്. പക്ഷേ നമുക്ക് 1500 രൂപ താഴെ ഒരു പ്രൊഡക്റ്റ് വാങ്ങാനായിട്ട് ലഭിക്കുന്നതാണ്. വാട്ടർ പ്രൂഫാണ്, ഷോക്ക് പ്രൂഫാണ്, സ്നോ പ്രൂഫാണ്, ഡസ്റ്റ് പ്രൂഫാണ്. അപ്പോൾ നമുക്ക് വെള്ളത്തിലിട്ടാലും പൊടിയിലിട്ടാലും അല്ലെങ്കിൽ മഞ്ഞിലൊന്നും കൊണ്ടിട്ടാൽ ഈ ഒരു പ്രൊഡക്റ്റിന് ഒരു കുഴപ്പവും പറ്റില്ലെന്നാണ് പറയുന്നത്. നല്ലൊരു പാക്കിങ്ങിലാണ് നമുക്ക് പ്രൊഡക്റ്റ് വരുന്നത്. നമുക്ക് ജസ്റ്റ് ഇതൊന്ന് അൺബോക്സ് ചെയ്യാം. അപ്പം അൺബോക്സ് ചെയ്തിട്ട് നമുക്കിതിൻ്റെ ബാക്കി കാര്യങ്ങൾ കണ്ടു നോക്കാം. അപ്പോൾ ഈ ബോക്സ് ഞാനൊന്ന് അൺബോക്സ് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പം നമ്മൾ സെറ്റൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ജസ്റ്റ് ഞാനിതൊന്ന് പൊട്ടിക്കുകയാണ്. അപ്പോൾ നമ്മൾ ബോക്സ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബോക്സിന് പുറകിൽ കൊടുത്തുള്ള ഫീച്ചേഴ്സ് നമുക്ക് നോക്കാം. ബ്ലൂടൂത്ത് വെർഷൻ വരുന്നത് 4.2 ആണ്. അതുപോലെ തന്നെ നമുക്ക് വാട്ടർ പ്രൂഫ് ആണെന്നൊക്കെ ഓൾറെഡി ഞാൻ പറഞ്ഞിരുന്നു. അതുപോലെ നമുക്ക് ഓക്സ് കേബിൾ കണക്ട് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ ബാറ്ററി ബാക്കപ്പ് കാര്യങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്കിതിൽ ബാറ്ററി ബാക്കപ്പ് പറഞ്ഞിരിക്കുന്നത് 4 മണിക്കൂർ ടു 5 മണിക്കൂർ എന്നൊക്കെയാണ്. അതായത് 5 മണിക്കൂറാണ് ഇവർ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഒരുപാട് കാര്യങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട്. സമയം കളയുന്നില്ല, ബോക്സ് ഞാൻ ഓപ്പൺ ചെയ്യുകയാണ്. അതിനുശേഷം നമുക്ക് പ്രൊഡക്റ്റ് എടുത്തതിന് ശേഷം ബാക്കി കാര്യങ്ങളും ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ ബോക്സ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആദ്യമേ കാണാൻ സാധിക്കുന്നത് നമ്മുടെ സ്പീക്കറാണ്. ഞാൻ ജസ്റ്റ് സ്പീക്കർ ഒന്ന് എടുക്കുകയാണ്. അതിനുശേഷം പിന്നീട് നമുക്കിത് ഹാങ് ചെയ്യുന്നതിനുള്ളൊരു ജസ്റ്റ് ഒരു സാധനം കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ചില്ലിൽ എവിടെയെങ്കിലും ഒട്ടിച്ച് വെക്കണമെങ്കിൽ അതിന് വേണ്ടിയിട്ടൊരു സാധനവും ഇവർ ഇതിൻ്റെ കൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചില്ലുള്ള എവിടെയെങ്കിലും ഇതിങ്ങനെ സ്പീക്കർ ഒട്ടിച്ച് വെക്കാനായിട്ട് സാധിക്കും. പിന്നീട് നമുക്ക് ഈ ബോക്സിൽ കാണാനായിട്ട് സാധിക്കുന്നത് ഇത് ചാർജ് ചെയ്യുന്നതിനുള്ള ഒരു ചാർജറും അതുപോലെ തന്നെ ഓക്സ് കേബിളും കൊടുത്തിരിക്കുന്നത് കാണാൻ സാധിക്കും. അപ്പോൾ ഇതുകൊണ്ട് പിന്നീട് ഇതിനകത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് സാപ്പിൻ്റെ ഒരു താങ്ക് യു കാർഡാണ്. അതായത് നമ്മുടെ ഇതിൻ്റെ ഈ ഒരു പ്രൊഡക്റ്റ് എടുത്തതിൻ്റെ ഒരു യൂസർ ഗൈഡും അതുപോലെ തന്നെ ഒരു താങ്ക് യു കാർഡും കൊടുത്തിരിക്കുന്നത് കാണാൻ സാധിക്കും. ഇനി അതെല്ലാം നമുക്ക് മാറ്റി വയ്ക്കാം. ഇതൊന്നും നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ്. അപ്പം ഇതാണ് നമ്മുടെ സ്പീക്കർ എന്ന് പറയുന്നത്. വളരെ ക്യൂട്ടായ ഒരു സ്പീക്കറാണ്. നമുക്ക് കാണാൻ സാധിക്കും ഒരു കയ്യിൽ ഒതുങ്ങുന്ന ഒരു സ്പീക്കറാണ്. മുകളിലായിട്ട് നമുക്ക് ഹാങ് ചെയ്യുന്നുള്ള ഒരു ഇതും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എവിടെയെങ്കിലും തൂക്കിയിടുകയോ അതുപോലെ തന്നെ ചില്ലിൽ ഒട്ടിക്കാൻ സാധനം ഉപയോഗിച്ച് എവിടെയെങ്കിലും ഒട്ടിക്കുകയോ ചെയ്യാം. അപ്പോൾ നമുക്ക് കാണുമ്പോൾ തന്നെ പറയാൻ സാധിക്കും ഇതിനകത്ത് നമുക്ക് വെള്ളമൊന്നും കയറില്ല. അതായത് ഫുള്ളി കവേർഡ് ഒരു സ്പീക്കറാണ്. അപ്പോൾ ഇനി താഴോട്ട് നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ ഓൺ ഓഫ് ബട്ടൺ വരുന്ന കാണാൻ സാധിക്കും. കോൾ അറ്റൻഡ് ചെയ്യുന്നുള്ള ബട്ടൺ വരുന്ന കാണാൻ സാധിക്കും. ഇവിടെയാണ് നമുക്ക് ചാർജ് ചെയ്യുന്നതിനും അതുപോലെ ഓക്സ് കേബിൾ കണക്ട് ചെയ്യുന്നതൊക്കെ ഉള്ള പോർട്ട് വരുന്നത്. അപ്പം അതും എല്ലാം അടിപൊളിയായിട്ട് അടച്ചിട്ടാണ് ഇവർ തരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരു രീതിക്കും ഇതിൽ വെള്ളം കയറുമെന്ന് തോന്നുന്നില്ല. ഇവിടെയാണ് നമുക്ക് ഓളിയും കൂടുന്നതിനുള്ള ബട്ടൺ വരുന്നത്. അപ്പോൾ എനിവേ നമുക്ക് ഇവിടെയാണ് നെക്സ്റ്റ് ചെയ്യുന്നുള്ള ബട്ടൺ വരുന്നത്. അപ്പോൾ ഒന്ന് ഓണാക്കി നോക്കാം. ഓണാക്കുമ്പോൾ നമുക്കൊരു നീല ലൈറ്റ് ഇവിടെ വരുന്നത് കാണാൻ സാധിക്കും. ഇപ്പോൾ നമ്മുടെ സംഭവം ഓണായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ആദ്യം തന്നെ ഒന്ന് വെള്ളത്തിൽ മുക്കി നോക്കാം. അതുപോലെ തന്നെ അതിനുശേഷം ഒന്ന് സൗണ്ട് ടെസ്റ്റ് അടിച്ച് നോക്കാം. വാട്ടർ പ്രൂഫാന്ന് പറയുമ്പോൾ നമുക്ക് വെള്ളത്തിലിട്ടതിന് ശേഷം ഇത് വർക്ക് ആവുന്നുണ്ടോ എന്ന് നോക്കാം. അപ്പോൾ ആദ്യം വെള്ളത്തിലിട്ടൊന്ന് കാണിക്കാം. അതിനുശേഷം ഇതിൻ്റെ നമുക്ക് സൗണ്ട് ടെസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം.
നമ്മൾ നമ്മുടെ സ്പീക്കർ വെള്ളത്തിലൊക്കെ ഇട്ട് നോക്കി, ഒരു കുഴപ്പമില്ല. ഇന്നലെ മൊത്തം നമ്മൾ ഉപയോഗിച്ചതാണ്. ഏകദേശം ഒരു 3-4 മണിക്കൂർ നമ്മൾ പാട്ട് കേട്ടാണ്. എന്നിട്ടും ഇതിൽ ഇപ്പോഴും ബാറ്ററി ഉണ്ട്. ഏകദേശം 40% ബാറ്ററി ഇപ്പോഴും ഉണ്ട്. ഏകദേശം ഒരു 3-4 മണിക്കൂർ മേളിൽ നിന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. ഇപ്പോഴും 40% കാണിക്കുന്നുണ്ട്. അപ്പം 5 മണിക്കൂർ കൂടുതൽ കിട്ടുമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പം ഇതിന് ഒരു വില വരുന്നത് 1400 രൂപയ്ക്ക് അടുത്താണ്. നമ്മുടെ താഴെ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് ഒരു 15% സ്പെഷ്യൽ ഡിസ്കൗണ്ടും സാപ്പുകാർ നൽകുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ വാങ്ങുക. അപ്പോൾ നമുക്ക് അവസാനമായിട്ട് ഇപ്പം വെള്ളത്തിലൊക്കെ ഇട്ടിട്ട് എടുത്താണ്. അപ്പോൾ ഇതിന് സൗണ്ടിന് എന്തെങ്കിലും ക്വാളിറ്റിക്ക് മിസ്റ്റേക്ക് വല്ലതും വന്നിട്ടുണ്ടോ എന്നുകൂടി നിങ്ങൾ കേട്ട് നോക്കുക. അതിനുശേഷം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനൊന്നും മടിക്കരുത്. ഈ ഒരു പ്രൊഡക്റ്റ് നമ്മുടെ ഇപ്പോഴുള്ള ഗീവ് അവേ ഒക്കെ കഴിയുമ്പോൾ നമ്മൾ സമയം കിട്ടും പോലെ ഗീവ് അവേ ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് തരാം. എനിവേ നമുക്ക് ഇതിൻ്റെ സൗണ്ട് കൂടി ഒന്ന് കേട്ട് നോക്കാം. They don't come on often, but please, you know I can't stand it when you don't talk to me, when you don't talk to me, yeah.